بسم الله الرحمن الرحيم. هذا القرآن يوحدنا لطريق الخير يوجهنا. الله تعالى أنزله ورسول الله معلمنا هذا القرآن يوحدنا لطريق الخير يوجهنا. الله تعالى أنزله ورسول الله معلمنا هذا القرآن هو الهادي لأوائلنا وأواخرنا، يدعو للعلم وللعمل، لا شيء سواه يهذبنا. هذا القرآن هو الهادي لأوائلنا وأواخرنا، يدعو للعلم وللعمل، لا شيء سواه يهذبنا. كتاب الله لا شيء سواه يهذبنا. كتاب الله لا شيء سواه يهذبنا. هذا القرآن يوحدنا لطريق الخير يوجهنا. الله تعالى أنزله ورسول الله معلمنا هو معجزة الله الكبرى، عن سر الكون يحدثنا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله. أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم نجعل الذين آمنوا وعملوا الصالحات كالمفسدين في الأرض أم نجعل المتقين كالفجار. ബഹുമാന്യനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, പ്രിയങ്കരനായ ഉദ്ഘാടകൻ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള മാനവകുലത്തിലെ സഹോദരി സഹോദരന്മാരെ, ഈ ചെറിയ ടൗണിന്റെ പരിസര പ്രദേശങ്ങളിൽ
ഉച്ചഭാഷിണിയിലൂടെ അലസമായോ ഗൗരവമായോ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ സഹൃദയരെ, ദ്വിദിന പ്രഭാഷണ പരമ്പരയുടെ 2ാം ദിവസമായ ഇന്നലെ സംസാരിച്ച വിഷയത്തിന്റെ കുറച്ചുകൂടെ വ്യാപ്തമായ ഒരു മേഖലയിലേക്ക് യാത്ര തിരിക്കുകയാണ് നമ്മളെല്ലാം. ഇവിടുത്തെ പരിമിതമായ സൗകര്യത്തിന്റെ ഉള്ളിൽ മാക്സിമം നിങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി കസേരയും അതുപോലെയുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തി. എല്ലാവർക്കും വന്നിരിക്കാനും എല്ലാവരെയും കേൾപ്പിക്കാനുമാണ് ധാർമ്മികമായ ഏതൊരു പ്രഭാഷണ സംരംഭവും ഉതകേണ്ടത് എന്ന അഭിപ്രായമാണ് നമുക്കൊക്കെയുള്ളത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു സിനിമാ തിയേറ്റർ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു തിയേറ്റർ അമുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായി ഉണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. തിന്മ നടക്കുന്നിടത്ത് മനുഷ്യൻ വലിയ ഐക്യത്തിലാണ് ലോകത്ത്. സിനിമാ തിയേറ്ററിലെ ബാൽക്കണിയിൽ ബഷീർ ഇരിക്കുന്നു, തൊട്ടടുത്ത് ജോർജ് ഇരിക്കുന്നു, തൊട്ടടുത്ത് ബാലൻ ഇരിക്കുന്നു. തോളോട് തോളൊരുമ്മി കാല് ചേർത്ത് ഒന്നിച്ച് ഒരേ വരിയിൽ എല്ലാവരും പഞ്ചപുച്ഛമടക്കി കസേരയിൽ ഇരിക്കുക. നിൽക്കുക അല്ല, കസേര ഉണ്ടായിട്ടും റോട്ടിൽ നിൽക്കുകയാണ്. എന്തേ കാര്യം? ഇവിടെ നല്ലൊരു കാര്യമാണ് നടക്കുന്നത്, അല്ലേ? നല്ലൊരു കാര്യം നടക്കുന്ന സദസ്സിൽ ജാതിയും മതവും നോക്കാതെ കസേരയിൽ വന്നിരിക്കണം എന്ന അഭിപ്രായമാണ് വ്യക്തിപരമായി. അധാർമിക പ്രവണത മാത്രം കാണുന്ന സിനിമാ തിയേറ്ററിൽ എല്ലാവർക്കും ഒന്നിച്ചിരിക്കാം. ജാതി മതം മറന്ന് കള്ളുഷാപ്പിലേക്ക് എല്ലാ വിഭാഗം ആളുകളും കയറിപ്പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു മതാഘോഷത്തിന്റെ ഭാഗമായി ഒരു ഗാനമേള സംഘടിപ്പിച്ചാൽ അനൗൺസ്മെന്റുകളില്ലാതെ, വേണ്ടത്ര പബ്ലിസിറ്റികളില്ലാതെ ആയിരം മനുഷ്യർ നഗരങ്ങളുടെയും പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും ഒഴുകി സാഗര സമാനമായി വന്നു ചേരുന്ന ദയനീയമായ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇവിടെ സന്നിഹിതരായി ഇങ്ങനെ ഇவ்விதം ഒരു സംസാരത്തിന്റെ വേദിയിൽ നമ്മൾ സംഗമിച്ചു നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ അങ്ങനെ സംഭവിക്കുന്നത്? നല്ല ഒരു കാര്യം അതാര് പറഞ്ഞാലും കേൾക്കാൻ, ഇരിക്കാൻ, അറിയാൻ, മനസ്സിലാക്കാൻ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒരുക്കണം ഇനിയുള്ള കാലഘട്ടം എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാ സമൂഹത്തെയും, രാഷ്ട്രീയ മത സാമൂഹിക സംഘങ്ങളെയെല്ലാം ചേർത്ത് അധാർമിക പ്രവണതകൾക്കെതിരെ ഒരു കൊടുങ്കാറ്റായി കേരളത്തിന്റെ മണ്ണിൽ ആഞ്ഞടിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എണ്ണപ്പെട്ട 4-5 ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ട ഒരു വാർത്ത, ഇവിടുത്തെ കുറ്റകൃത്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന ഏജൻസിയുടെ ഒരു റിപ്പോർട്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തിന്മ നടക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന കണ്ടെത്തൽ. ഇന്ത്യയിൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് രാഷ്ട്രീയത്തിന്റെ പേരിലാണ് എന്ന സ്വകാര്യ ഏജൻസികളുടെ കുറ്റ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ കണ്ടെത്തലുകൾ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാകുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ജില്ല ഏതാണെന്ന ചോദ്യത്തിന് കണ്ണൂർ ജില്ലയാകുന്നു എന്ന മറുപടിയും അതിൽ തന്നെ നമ്മൾ വായിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബാന്തരീക്ഷം വിദ്യാഭ്യാസമുള്ളവരുടെ കുടുംബാന്തരീക്ഷമാണ് എന്ന റിപ്പോർട്ടും നമ്മൾ ഗൗരവമായി വായിക്കേണ്ടതുണ്ട്. എറണാകുളത്ത് IT രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ കുടുംബ തകർച്ച നേരിടുന്നത് എന്ന റിപ്പോർട്ടും നാം ഗൗരവമായി വായിക്കേണ്ടതും വിലയിരുത്തേണ്ടതും മൂക്കത്ത് വിരൽ വെച്ച് ആലോചിക്കേണ്ടതുമാണ്. ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് ജീവിതത്തിന്റെ ഒരു പരിധിവരെ നിലവാരത്തിൽ നിൽക്കുന്നവരാണ്, ജീനിയസ് ആയിട്ടുള്ള ആളുകളാണ് എന്ന കണ്ടെത്തലുകളും നമ്മെ എങ്ങനെയാണ് അത്ഭുതപ്പെടുത്തേണ്ടത്? നിങ്ങൾക്കറിയാമല്ലോ, കോഴിക്കോട് പട്ടണത്തിലോ അല്ലെങ്കിൽ മുക്കത്തോ
അരീക്കോട് ബസ് സ്റ്റാൻഡിലോ യാചിക്കുന്ന ഒരാളെ നിങ്ങളൊരു 10 കൊല്ലം ശ്രദ്ധിച്ചു നോക്കൂ. മുഖപ്രസന്നതയോടെ, പരാതികളില്ല, ആവലാതികളില്ല, 15 കൊല്ലം 20 കൊല്ലമൊക്കെ യാചിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്റെ നാട്ടിൽ വളരെ വർഷങ്ങളായി അയാൾ പറയുന്നു, മലയിൽ നിന്ന് മണ്ണിടിച്ചിലുണ്ടായി, ഷോൾഡറിന്റെ വലയല്ലുകൾ പൊട്ടിപ്പോയ ജീവിതമാണ് എന്റെ ജീവിതം. മണിപ്പാൽ ആശുപത്രിയിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്യണ്ട, അത് പറഞ്ഞാലേ അയാൾക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. 15 കൊല്ലം. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, മണിപ്പാൽ ആശുപത്രിയിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്യാൻ ഈ 10-15 കൊല്ലം യാചിച്ചിട്ടും ഒന്നും കിട്ടിയില്ലേ നിങ്ങൾക്ക്? അയാൾ എന്നോട് ചോദിച്ചു, ഇത് പറയാതെ എനിക്ക് എങ്ങനെ യാചിക്കാൻ കഴിയും? ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ യാചിക്കുന്നത്. ആ സംഗതി അങ്ങ് നടന്നാ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാ യാചിക്കുക? എനിക്ക് യാചിക്കാൻ വകുപ്പുകളില്ല. ഞാൻ യാചകന്റെ ഉദാഹരണം പറഞ്ഞ എന്താ? അവർ ആത്മഹത്യ ചെയ്യാറില്ല. കേരളത്തിലെ ഈ അടുത്ത കാലത്തെ കണക്കിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ കുറവ് വിദ്യാഭ്യാസമില്ലാത്ത, പാടത്ത് പണിയെടുക്കുന്ന, പറമ്പത്ത് പണിയെടുക്കുന്ന സാധാരണക്കാരായ കൂലിവേലക്കാരാകുന്നു എന്ന റിപ്പോർട്ട് എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിഷയത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നതിന് മുമ്പ് ഒരാമുഖം, വളരെ പ്രബലമായ ഒരാമുഖം ആവശ്യമായി വരികയാണ് നമുക്കിവിടെ. ഇവിടെ സമൂഹത്തിന്റെ സംസ്കരണം സാധ്യമാകുന്നത് ധാർമ്മികതയിലൂടെയാകുന്നു എന്ന ഉന്നതമായ ഒരു പ്രമേയത്തിന്റെ, ഒരു പ്രഖ്യാപിതമായ ടൈറ്റിലിന്റെ കീഴിൽ നിന്നുകൊണ്ടാണ് ഇന്നലെയും ഇന്നും ഇവിടെ പ്രഭാഷണം നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി സമൂഹം എന്താ, അത് പഠിക്കേണ്ടതാണ്. മാൻ ഈസ് എ സോഷ്യൽ ബീയിങ്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. ഉറുമ്പും അങ്ങനെ തന്നെയാണ്. അള്ളാഹു അങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്, ഒരു സാമൂഹിക ജീവിയാണ്. പക്ഷേ ഉറുമ്പിനെ പോലെയല്ല മനുഷ്യന്റെ ജീവിതം. ജന്തുലോകങ്ങളും പക്ഷിലോകങ്ങളും സമൂഹമായി ജീവിക്കുന്നു പലതും. മനുഷ്യനും ഒരു സാമൂഹിക ജീവിയാണ് എന്ന് പറയുമ്പോൾ മനുഷ്യനെ ചില അടിസ്ഥാനപരമായ ഘടകങ്ങൾ ഇതര ജീവവർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നാം ഇനിയും കടന്നു പോയിട്ടില്ല ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ. ഒരു ഊടുവഴിയിൽ അതിന്റെ ഓരത്ത് ഒരു പശുവിനെ കെട്ടി, അതാ ഊടുവഴിയിലെ കുറുകെ അപ്പുറത്തേക്ക് ചാടി റോഡ് ബ്ലോക്ക് ചെയ്ത് അങ്ങനെ നിന്നു. അനവധി 2 വീലർ, അനവധി 4 വീലർ അതുവഴി കടന്നുപോയി. ആ പശുവിന്റെ കയറ് ക്രോസ് വള്ളം നിന്നതുകൊണ്ട് ആളുകൾ അവിടെ ചവിട്ടി പിടിച്ചു. പണ്ടാരടങ്ങൻ ഏത് വിവരം കെട്ടവനാടാ ഈ പശുവിനെ ഇവിടെ കെട്ടിയത്? വിവരം കെട്ട പശു എന്ന് പറയാറില്ല. ഏത് വിവരം കെട്ടവനാടാ ഈ പശുവിനെ ഇവിടെ കെട്ടിയത്? എന്തേ പശുവിനെ ചീത്ത പറയാത്ത? പശുവിന് ബുദ്ധിയില്ല, അതുകൊണ്ട് ചീത്ത പറയും. ഒരു സാമാന്യ ബോധത്തിൻ്റെതാണ്. പശുവിനെ കെട്ടിയവനോ അവൻ പശുവിനെ പോലെയല്ല, അവൻ പശുവിനെ പോലെയല്ല, അതുകൊണ്ടാ അവനെ കുറ്റപ്പെടുത്തി. ഏത് പണ്ടാരപാഹനാണ് അത് കെട്ടിയത് എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. ആ പശുവിനെ കെട്ടിയവനെ കുറ്റം പറയണം, അല്ലേ? ആട് മറ്റൊരുത്തന്റെ പറമ്പിൽ കിടന്ന് അവന്റെ കൃഷി നശിപ്പിച്ചാൽ നമ്മൾ പറയെന്താ? നമ്മൾ അവരെയാണ് കുറ്റം പറയാ, അല്ലേ? പോ ആടെ എന്ന് പറഞ്ഞ് തെളിക്കും. അത് ആടിനെ തെളിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്, ആടിനെ ചീത്ത പറയാൻ. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പശുവും ഈ ചീത്ത കേട്ട മനുഷ്യനും മരണത്തോടു കൂടി തുല്യാകാൻ പാടുണ്ടോ? പാടില്ല. അങ്ങനെയാണെങ്കിൽ ജീവിച്ചതിന് എന്താ അർത്ഥം? പശുവിന് ചീത്തല്ല, പശുവിനെ കെട്ടിയവന് ചീത്ത, രണ്ടാളും ഒരേപോലെ മരിച്ചു പോവുക. അങ്ങനത്തെ ഒരു അവസ്ഥ ചിന്തിക്കാൻ വയ്യ. മനുഷ്യന്റെ ജീവിതം അങ്ങനെ അവസാനിക്കാനുള്ളതല്ല. തിന്നും കുടിച്ചും ഭോഗിച്ചും ആനന്ദിച്ചും ആർത്തുല്ലസിച്ചും അട്ടഹസിച്ചും ആഹ്ലാദിച്ചും ആനന്ദ തുന്തിലമായ ഒരു ജീവിതം നയിക്കാനുള്ളതല്ല യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവിതം. ഇവിടെ നമ്മുടെ ഇന്നത്തെ ഒരു ലോകഘടന, ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഇന്നത്തെ പ്രഭാതത്തിലെ പത്രം നമ്മൾ കണ്ടുമുട്ടിയത് എങ്ങനെ? ഇന്നത്തെ പ്രഭാതത്തിലെ പത്രം കണ്ടുമുട്ടിയത് ലോകസുന്ദരി മത്സരം നടന്ന് 2ാം സ്ഥാനത്ത് കേരളത്തിലെ പാർവതി ഓമനക്കുട്ടന്റെ പിക്ചറാണ് നമ്മൾ കണ്ടത്, അല്ലേ? ലോകത്ത് സൗന്ദര്യ മത്സരം നടക്കുക, സൗന്ദര്യത്തിന് 2ാം സ്ഥാനം കേരളക്കാരിക്ക് കിട്ടി. അഭിമാന പുരസ്സരം പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ നമ്മൾ കൊടുക്കുകയാണ്, അല്ലേ? അല്ലേ? ആലോചിക്കണം നമ്മൾ. സൗന്ദര്യ മത്സരം, അതിന് അവാർഡ് പ്രഖ്യാപിക്കുക. സ്വഭാവത്തിനോ? സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റ് എവിടെ? ഗുണങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് എവിടെ? മൂല്യവത്തായ ജീവിതത്തിന്റെ മേഖലകളിൽ എവിടെ മത്സരം? I was not regarded as a bright boy at the high school, but I always enjoyed the affection of my teacher.
Certificate of progress and character used to be sent to the parents every year. I never had a bad certificate. Mahatma Gandhiയുടെ വാക്ക്. മഹാത്മാഗാന്ധി പറഞ്ഞു, എനിക്ക് സൗന്ദര്യത്തിനോ എന്റെ വിദ്യാഭ്യാസ യോഗ്യതയിലെ മാർക്കിന്റെ നിലവാരത്തിനോ ഒന്നും എനിക്ക് അവാർഡ് കിട്ടിയിരുന്നില്ല, എനിക്ക് നല്ല സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിരുന്നില്ല. ഐ വാസ് നോട്ട് റിഗാർഡഡ് ആസ് എ ബ്രൈറ്റ് ബോയ്. ഞാൻ ഒരു നല്ല കുട്ടിയായിട്ടൊന്നും എന്നെ ടീച്ചർമാർ എങ്ങനെ ഒരു ജീനിയസ് ആയിട്ട് നല്ല മാർക്കൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. ബട്ട് ഐ ആൾവേസ് എൻജോയ്ഡ് ദി അഫെക്ഷൻ ഓഫ് മൈ ടീച്ചർ. പക്ഷേ എല്ലാ ആഴ്ചയിലും എന്റെ സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ്, കോണ്ടം സർട്ടിഫിക്കറ്റ്, എന്റെ ക്വാളിറ്റിയുടെ വാല്യൂ, അതിന്റെ പ്രത്യേകത, അതിന്റെ എല്ലാ ഗുണങ്ങളും അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ എന്റെ മാതാപിതാക്കൾക്ക് ആഴ്ചയിൽ അധ്യാപകരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നു. ഈ മോഹനൻ മഹാത്മാഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന മോഹനൻ, ആ മോഹനെ കുറിച്ചുള്ള സർട്ടിഫിക്കറ്റ് നന്നായിട്ട് കിട്ടിയിരുന്നു അവരുടെ മാതാപിതാക്കൾ. But I always enjoyed the affection of my teacher. Certificate of progress and character used to be sent to the parents every year. I never had a bad certificate. എനിക്കൊരു ചീത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഇന്ന് പറയാൻ പറ്റുമോ? ഇന്നത്തെ തലമുറയിലെ വിദ്യാർത്ഥി സമൂഹത്തെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്, ഒരു സ്കൂൾ തുറന്നാൽ എത്രയോ ജയിലറകൾ അടച്ചുപൂട്ടാം. ഇന്ന് നേരെ തിരിച്ചാ. ഇന്ന് ചട്ടമ്പികളാണ് സ്കൂൾ വളരുന്നത്. കുറ്റകൃത്യങ്ങൾ ഏറെ ചെയ്യുന്നതാരാ? ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിലെ കണ്ണൂർ സിറ്റിയിലെ ഒരു സ്കൂളിന്റെ പരിസരത്ത് ഏറ്റവും കൂടുതൽ തട്ടുകടകളിൽ മയക്കുമരുന്നും അതുപോലെ തന്നെ പാൻപറാക്കും അതുപോലെയുള്ള വസ്തുക്കൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ആ ഹൈസ്കൂളിലെ കുട്ടികളാകുന്നു എന്ന വാർത്ത നാം ഗൗരവമായി കാണേണ്ടതുണ്ട് എന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ സ്കൂളുകൾ എന്തിനാ? വിദ്യാഭ്യാസം എന്തിനാ? ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുന്ന സൃഷ്ടിപ്രക്രിയ എന്ന് പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും മഹാത്മാഗാന്ധിയും വിദ്യാഭ്യാസത്തിന് നിർവചനം നൽകി. ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുന്ന സൃഷ്ടിപ്രക്രിയ അല്ലേ? ഐ നെവർ ഹാഡ് എ ബാഡ് സർട്ടിഫിക്കറ്റ്. എനിക്കൊരു ചീത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അതൊക്കെ എന്റെ നേട്ടങ്ങളിൽപ്പെട്ടതായിരുന്നു. എന്റെ സ്വഭാവം അത് പരമപരിശുദ്ധമായ അധ്യാപകരിൽ അവരെ വാഴ്ത്തി അങ്ങനെയുള്ള ഒരു സ്വഭാവം, എല്ലാവരോടും നല്ല സ്വഭാവം അല്ലേ? മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്ന മനുസ്മൃതി പറഞ്ഞു. ആചാര്യനെ ദൈവതുല്യം സ്നേഹിക്കുക എന്നങ്ങനെയല്ല. ആചാര്യൻ ശിഷ്യയെ പ്രേമിച്ച് കീഴ്പ്പെടുത്തി ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന പുതുനൂറ്റാണ്ടിന്റെ കുളമ്പടി ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അതുനാതുനമായ ഒരു യുഗത്തിന്റെ സ്പന്ദനം കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ. അങ്ങനെ ജീവിക്കുമ്പോൾ ഗുരുനാഥനുമായി ശിഷ്യയുടെ ബന്ധം മൗലികമായി ഗുരു ശിഷ്യ ബന്ധത്തിനപ്പുറത്ത് കാമുകി കാമുകന്മാരുടെ പരിതാപകരമായ നിലവാരത്തിലേക്ക് താന്നുപോകുന്ന പുതിയ ഒരു യുഗത്തിൽ മാതൃദേവോ ഭവ, മാതാവിനെ ദൈവതുല്യം സ്നേഹിക്കുക എന്ന ഇന്ത്യയാകുന്ന ഈ ഭാരത സംസ്കാരം എന്ന് പലരൊക്കെ വിളിച്ചുപോയ ഈ സംസ്കാരത്തിന്റെയും വേദത്തിന്റെയും തത്വങ്ങളെ കാട്ടിൽ പറത്തി മാതാപിതാക്കളെ കൊന്നൊടുക്കുന്ന ഒരു ലോകം. മാതൃദേവോ ഭവ എന്ന് പറയുന്നിടത്ത് ഗുജറാത്തിന്റെ മണ്ണിൽ 80 വയസ്സുള്ള അമ്മയെ ചുട്ടുകൊന്നു. ആര്? ഒരു എഞ്ചിനീയറായ, കമ്പ്യൂട്ടർ എഞ്ചിനീയറായ മകൻ. കമ്പ്യൂട്ടർ എഞ്ചിനീയറായ മകൻ 80 വയസ്സുള്ള മാതാവിനെ ഗുജറാത്തിന്റെ മണ്ണിൽ ചുട്ടുകൊന്നു, പെട്രോൾ ഒഴിച്ച് ചുട്ടു. കോടതി വരാന്തയിൽ കേസെത്തിയപ്പോ ചോദിച്ചു, മോനെ നീ എന്തിനാ 80 വയസ്സുള്ള നിന്റെ അമ്മയെ കൊന്നത് എന്തിനാ എന്ന് ചോദിച്ചപ്പോ ഈ ചെറുപ്പക്കാരന്റെ, കമ്പ്യൂട്ടർ എഞ്ചിനീയറായ ചെറുപ്പക്കാരന്റെ മറുപടി, എന്റെ അമ്മ എനിക്ക് കൃത്യമായി രുചികരമായ ഭക്ഷണം തരുന്നില്ല എന്ന്. എന്റെ അമ്മ എനിക്ക്, 80 വയസ്സുള്ള അമ്മക്ക് എന്ത് കൃത്യത? നീ കല്യാണം കഴിച്ച മരുമകൾ വിളമ്പി വെച്ച് ഉമ്മയെ താങ്ങിയെടുത്ത് അമ്മയെ താങ്ങിയെടുത്ത് കൊണ്ടുവന്നിരുത്തി വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കേണ്ട നീ 80 വയസ്സുള്ള മാതാവിൽ നിന്ന് കൃത്യമായി ഭക്ഷണം കിട്ടിയില്ലെന്ന് പറഞ്ഞ് കൊല്ലുന്ന നിന്റെ എഞ്ചിനീയറിംഗിന് എന്ത് വാല്യൂ? എന്താ അതിന്റെ വാല്യൂ? എന്താ അതിന്റെ ഗുണം? അതുകൊണ്ടാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രീതികൾ, ഇന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇന്നത്തെ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ മനുഷ്യരെ ഉണ്ടാക്കുന്നില്ല, ഒരുപറ്റം നാൽക്കാലികളെ സൃഷ്ടിച്ചു പുറത്തേക്ക് വിടുന്നു എന്നതാണ് ആധുനിക കാലഘട്ടത്തിന്റെ പുതിയ ചിത്രം അല്ലേ? ആർക്ക് നിഷേധിക്കാനാവും? എന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഒന്നും വേണ്ടനി. പഴയകാല ഗുരുകുല വിദ്യാഭ്യാസത്തിലേക്ക് കാലം മടങ്ങിപ്പോകണം.
സ്ഥാപനങ്ങളില്ലാത്ത ആൽമരച്ചുവട്ടിലോ അല്ലെ ഏതെങ്കിലും മരച്ചുവട്ടിലിരുന്ന് ഗുരുനാഥന്റെ മുഖത്ത് നിന്ന് കേൾക്കുന്ന സ്നേഹത്തിന്റെ വിജ്ഞാനം അത് പുതിയ ലോകത്തിന് പകർന്നു കൊടുക്കാൻ A²AB+B² എന്ന മാത്തമാറ്റിക്സിലെ തിയറി പഠിച്ച ഒരു കുട്ടിക്ക് പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവന്റെ പട്ടിണി മനസ്സിലാക്കാൻ മാത്സ് പഠിച്ചതുകൊണ്ട് കാര്യമില്ല. ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ ഭൂമി കറങ്ങുന്നു എന്ന് ജിയോഗ്രഫിക്കലായ നോളജ് നേടിയതുകൊണ്ട് ഒരു കുട്ടിക്ക് പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവന്റെ പട്ടിണി മനസ്സിലാക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ഏതെങ്കിലും ഒരു പച്ചിലയെടുത്ത് അതിലെ വൈറ്റമിൻസിനെ കുറിച്ച് പറയുമ്പോ അല്ലെങ്കിൽ വെള്ളം കയ്യിലെടുത്ത് H2O 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും, ഹൈഡ്രജൻ സ്വയം കത്തുന്ന വാതകമാണെങ്കിൽ ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണെന്ന സയൻസിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ സയൻസുമായി ബന്ധപ്പെട്ട നോളജ് ഉള്ളത് കൊണ്ട് പാവപ്പെട്ടവന് ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുവാൻ, തന്റെ കിണറിൽ നിന്ന് വെള്ളം കൊടുക്കുവാനുള്ള വിശാലത അതുകൊണ്ട് കിട്ടിക്കൊള്ളണമെന്നില്ല എന്ന വസ്തുത നമ്മൾ അറിയണം. ഡോക്ടറായി പ്രതിജ്ഞ ചെയ്ത് മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്തിക്കൊള്ളാം ഏത് ബീബൽ ഘട്ടത്തിലും എന്ന് പ്രതിജ്ഞ ചെയ്യുന്ന ഒരു ഓമന എന്ന് പറയുന്ന ഡോക്ടർക്ക് കാമുകനെ വെട്ടി നുറുക്കി പോളിത്തീൻ കവറിലാക്കി കൊണ്ടുപോയി പുഴയിൽ തള്ളാൻ ആഗ്രഹിച്ച ഡോക്ടർമാരുടെ തലമുറയാണ് ആധുനിക തലമുറയിൽ നിലനിൽക്കുന്നതെങ്കിൽ സമൂഹ സംസ്കരണത്തിന് ധാർമ്മികത എന്ന ഈ മുദ്രാവാക്യം എത്ര ഗംഭീരമാണ്, എത്ര അർത്ഥഗർഭമാണ്, എത്ര സാരസമ്പുഷ്ടമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ലോകഘടനയിൽ ലോകം മുഴുവനും നശീകരണത്തിന്റെ പാതയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ദേവാലയങ്ങൾ അനവധി വർദ്ധിച്ചു വന്നു, ചർച്ചുകൾ അനവധി തലയുയർത്തി നിന്നു, ക്ഷേത്രങ്ങൾ ഇതാ പുനഃപ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ നന്നായോ? ഭക്തന്മാരുടെ ഒഴുക്ക് അല്ലേ സലാത്ത് നഗറിലേക്ക്, ആനന്ദോത്സവങ്ങളിലേക്ക്, കോട്ട ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ആയിരം ആളുകളുടെ ഒഴുക്ക് വർദ്ധിച്ച ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധമായ ദേവാലയങ്ങളുടെ ഉള്ളിൽ പോലും സാർവത്രികമായ വ്യഭിചാരവും സുവർഗരതിയും നടക്കുന്ന ഇന്നിന്റെ ലോകത്ത് മട്ടുപ്പാവുകളിൽ പോലും അല്ലെ പലതിന്റെ പേരിലും പല ആവശ്യങ്ങളുടെ പേരിലും നടക്കുന്ന അധാർമിക കൂത്തരംഗങ്ങൾ ലോക പ്രസിദ്ധീകരണങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആരെ പ്രതീക്ഷിക്കാനാ? മുമ്പിൽ നടന്നു വഴി കാണിക്കേണ്ട ധാർമ്മികതയുടെ വഴി കാണിക്കേണ്ടവർ, അതിന് മാതൃകയാകേണ്ടവർ, അത് ലോകത്ത് ഉദ്ഘോഷിക്കേണ്ടവർ, അതിന്റെ നിദർശനങ്ങളായി വർത്തിക്കേണ്ടവർ തിന്മയുടെ കൂത്തരംഗമായി അതിന്റെ ആകത്തുകയായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ നാം ഒരു പുതിയ തലമുറയെ തേടി അല്ലേ വിഷവാണിയേൽക്കാത്ത വിഷവാദമേൽക്കാത്ത നാടവിട മക്കളെ എന്നൊരു കവി പറഞ്ഞത് വെറുതെയല്ല. ലോകം മുഴുവനും അധാർമികതയിൽ മുങ്ങി. വിഷവാണിയേൽക്കാത്ത വിഷവാദമേൽക്കാത്ത നാടവിട മക്കളെ എല്ലാം വിഷലിപ്തമാണ്. എല്ലായിടങ്ങളും മനുഷ്യന്റെ മനസ്സ് കുപ്പത്തൊട്ടിയായി മാറിയ ഒരു കാലഘട്ടം. തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ എല്ലാം തിളച്ചുമറയുന്ന ഒരു അഗ്നിസ്ഫോടനം പോലെ മനുഷ്യന്റെ മനസ്സിൽ ശത്രുത നിറഞ്ഞു പൊന്തുന്ന ഒരു കാലഘട്ടത്തിൽ ഒരേ കിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കുകയും ഒരേ പ്രവാചകനായി അംഗീകരിക്കുകയും ഒരേ വേദത്തിന്റെ അനുയായികളായി ജീവിക്കുകയും ചെയ്തിട്ട് പോലും പരസ്പരം കഴുത്തിറക്കുകയും തമ്മിൽ കൊല്ലുകയും കണ്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പ്രചരിപ്പിക്കുന്ന അസ്സലാമു അലൈക്കും എന്ന അഭിവാദ്യത്തിന് മറുപടി പറയാൻ കഴിയാത്ത ഒരു പുതിയ ലോകത്ത് നാം ഇതാ ഇന്ന് ഈ കുനിയുടെ ഈ പ്രസംഗ വേദിയിൽ നിന്ന് പുറത്തേക്ക് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന ഈ ശബ്ദത്തിലൂടെ ഒരു പുതിയ ഉണർവിന്, ഒരു പുതിയ വിപ്ലവത്തിന് നാം ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഇന്ത്യൻ പാർലമെന്റ് നിങ്ങൾക്കറിയുമോ? ഇന്ത്യൻ പാർലമെന്റിന്റെ പണി പൂർത്തിയായ സവിശേഷമായ ഒരു ഘട്ടം. ഇന്ത്യൻ പാർലമെന്റിന്റെ പണി കഴിഞ്ഞപ്പോ ആ പാർലമെന്റിൽ ഒരു വാചകം എഴുതി വെക്കണം. ചിന്തിക്കണം, ശരിക്കും ചിന്തിക്കണം, എല്ലാരും ശ്രദ്ധിക്കണം. ആ പാർലമെന്റിൽ ഒരു നല്ല വാക്യം എഴുതി വെക്കണം, എക്കാലഘട്ടത്തിലും നിലനിൽക്കാൻ, ആർക്കും മാറ്റമുണ്ടാക്കാൻ ഒരു വാചകം. അപ്പൊ ലോകത്തുള്ള എല്ലാ ശാസ്ത്ര, എല്ലാ സാമൂഹിക മേഖലയിലെ ഗ്രന്ഥങ്ങളും ധാർമ്മിക ഗ്രന്ഥങ്ങളും കൊണ്ടുവരപ്പെട്ടു. ബൈബിള് കൊണ്ടുവരപ്പെട്ടു, ഓൾഡ് ടെസ്റ്റമെന്റും ന്യൂ ടെസ്റ്റമെന്റും, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, സെന്നവസ്തു, തെൽമൂദ്, ശ്രുതികൾ, സ്മൃതികൾ, അവസാനം ഒടുവിലത്തെ ഗ്രന്ഥമായ ലോക തലമുറയുടെ വൈജ്ഞാനികമായ ധാർമ്മികമായ നവോത്ഥാനത്തിന്റെ കൊടുങ്കാറ്റുമായി കടന്നു വന്ന ദൈവീക ഗ്രന്ഥങ്ങളിലെ ഒടുവിലെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും കൊണ്ടുവരപ്പെട്ടു. എന്നിട്ടോ
ആ വേദങ്ങളിലൂടെ ആളുകൾ പരിശോധിച്ചു. എന്നിട്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും ഈശ്വര വിശ്വാസിയും നിരീശ്വരവാദിയും വ്യത്യസ്ത ചിന്താധാരകളിൽ ജീവിക്കുന്ന അല്ലേ സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ വന്നിട്ട് ലോകമതമാ സമ്മേളനത്തിൽ പറഞ്ഞ ഞാൻ വരുന്ന രാജ്യം വിവിധ മതങ്ങൾക്ക് അഭയം നൽകിയ സംഗമസ്ഥാനമാണ്. ലോകമതങ്ങളും ലോകദർശനങ്ങളും വിവിധ വീക്ഷണങ്ങളും ഒന്നിച്ചു മേളിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഗാത്രത്തിൽ നിന്നാണ് അമേരിക്കയുടെ ചിക്കാഗോ നഗരത്തിൽ ഈ ജനസാഗരത്തെ ഞാൻ അഭിമുഖീകരിക്കുന്നത് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്ന് വിവേകാനന്ദർ പറഞ്ഞ ഈ രാജ്യത്തിന്റെ മണ്ണിൽ വിശുദ്ധ ഖുർആനും പാർലമെന്റിൽ ചർച്ചയായി കൊണ്ടുവന്നു. എല്ലാവരും പരിശോധിച്ചു. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും നേതാക്കന്മാരും ഒക്കെ പരിശോധിച്ചു. എന്നിട്ട് അവസാനം പാർലമെന്റിൽ ഒരു വാചകം എഴുതി പിടിപ്പിച്ചു. ഏതാണ് പ്രിയ സഹോദര ആ വാചകം എന്ന് നിനക്കറിയാമോ? അത് ബൈബിളിന്റെ വാചകമല്ല, ഋഗ്വേദ, സാമവേദ, അഥർവവേദ, യജുർവേദങ്ങളുടെ വാചകമല്ല, തൗറാത്തിന്റെ, ഇഞ്ചീലിന്റെ, സബൂറിന്റെ വാചകമല്ല. പിന്നെ ഏതാണ് ആ വാചകം? അല്ലേ, നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആൻ അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ യാ അയ്യുഹൻ-നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്-സുദൂർ അല്ലേ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. അതുപോലെ തന്നെ ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഇന്ന് അല്ലാഹു ഉച്ചൈസ്വരം പ്രഖ്യാപിച്ച ഒരു വേദഗ്രന്ഥത്തിന്റെ വചനമാണ് ഇന്ത്യൻ പാർലമെന്റിൽ അന്നും ഇന്നും എഴുതി വെച്ചിട്ടുള്ളത് എന്ന വസ്തുത നാം അറിയണം. ഏതാണ് ആ വാചകം? ഏതാണ് ആ വാചകം? ലോകത്തിന് മുഴുവനും മാർഗദർശനമാണ് ഈ ഗ്രന്ഥമെന്ന് ഖുർആനിന്റെ 14-ാം അധ്യായം 1-ാമത്തെ വചനം, ഖുർആനിന്റെ 2-ാം അധ്യായം 183-ാമത്തെ 85-ാമത്തെ വചനം, ഖുർആനിന്റെ 10-ാം അധ്യായം 57-ാമത്തെ വചനം, ഖുർആനിന്റെ 15-ാം അധ്യായം 9-ാമത്തെ വചനം, ഖുർആനിന്റെ 17-ാം അധ്യായം 9-ാമത്തെ വചനം, ഖുർആനിന്റെ 17-ാം അധ്യായം 81-ാമത്തെ വചനം. ഈ വചനങ്ങളിലൂടെ മലിക്കുൽ ജബ്ബാറായ റബ്ബ് പറഞ്ഞ ഖുർആനിലെ സൂറത്ത് റഅദിലെ 13-ാം അധ്യായത്തിലെ 11-ാമത്തെ വചനമാണ് ഇന്ത്യൻ പാർലമെന്റിൽ, ജനാധിപത്യ പ്രക്രിയ നടക്കുന്ന ഇന്ത്യൻ പാർലമെന്റിൽ ഓൺ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്ന ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ സഭയായ ഇന്ത്യൻ പാർലമെന്റിന്റെ കവാടത്തിൽ എഴുതി വെച്ച വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം 11-ാമത്തെ വചനം, ഇന്നല്ലാഹ ലാ യുഗയ്യിർ മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറൂ മാ ബി അൻഫുസിഹിം. ഇന്നല്ലാഹ ലാ യുഗയ്യിർ മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറൂ മാ ബി അൻഫുസിഹിം എന്ന വാചകം എന്താണ്? എന്താണ്? എന്താ വാചകത്തിന്റെ അർത്ഥം? അതാണ് നമ്മുടെ പ്രസംഗത്തിന്റെ ആകത്തുക. ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം, ഒരു സമൂഹം സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം അവരെ അല്ലാഹു പരിവർത്തിപ്പിക്കുകയില്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ ഒടുവിലത്തെ ഗ്രന്ഥത്തിന്റെ, മാനവരാശിയെ മുഴുവനും വിളിച്ച വർഗീയതയില്ലാത്ത ഗ്രന്ഥത്തിന്റെ, അതേ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കൂ എന്ന സങ്കുചിതമായ വർഗീയമായ മുദ്രാവാക്യത്തിനപ്പുറത്ത് സർവ്വരാജ്യ മുതലാളിമാരെ സംഘടിക്കൂ എന്ന, അതുപോലെ ദലിതരെ, സവർണരെ, അവർണരെ, കറുത്തവരെ, വെളുത്തവരെ, ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, പാശ്ചാത്യരെ, പൗരസ്ത്യരെ, കറുത്തവരെ, വെളുത്തവരെ എന്ന അഭിസംബോധനയില്ലാതെ അന്നാസ്, മാസ്, പീപ്പിൾ, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, വിശുദ്ധ ഖുർആനിന്റെ അവസാനത്തെ വാചകം പോലും അന്നാസ്, അവസാന അധ്യായം പോലും അന്നാസ്, അന്നാസ്, അന്നാസ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ജൈനൻ, ബൗദ്ധൻ എന്നല്ല, എന്ത് മഹോന്നതമാണത് അല്ലേ? മിനൽ ജിന്നതി വന്നാസ്, വന്നാസ്. ഖുർആനിന്റെ അവസാന വാചകം പോലും അന്നാസ്. 714 കോടി ജനങ്ങളെയും വിളിച്ച് ഖുർആനിന്റെ ധാർമ്മികത അവതരിപ്പിക്കുന്നു മാനവ സംസ്കരണത്തിന് വേണ്ടി. അതിന്റെ കവാടമാണ് ഇന്നല്ലാഹ ലാ യുഗയ്യിർ മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറൂ മാ ബി അൻഫുസിഹിം. ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം ആ ജനതയെ അല്ലാഹു പരിവർത്തിപ്പിക്കുകയില്ല. ഇവിടെയുള്ള ഹൈന്ദവനോട്, ഇവിടെയുള്ള അപ്പൊ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്
സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത ഒരു ജനതയെ അള്ളാഹു പരിവർത്തിപ്പിക്കുകയില്ല എന്നാണ്. അപ്പോ ആ വാചകം ഒന്നുകൂടെ കേട്ടു നോക്കൂ. ഇന്നല്ലാഹ ലാ യുഗയ്യിർ മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറ്റത്തിന് വിധേയമാകാതെ, സ്വയം മാറണമെന്ന് ഒരു ജനത ചിന്തിക്കാതെ ഒരു ജനതയെയും അല്ലാഹു പരിവർത്തിപ്പിക്കുകയില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിർ മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകണം. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ഞാൻ നന്നാകണം, ഞാൻ ഈ തിന്മ ഒഴിവാക്കണം. അലാ ഫഇന്ന ഫിൽ ജസദി മുളഅ ഇദാ സ്വലഹതു സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദതു ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. റസൂലുള്ളാഹിന്റെ തിരുമൊഴികളിൽ, അനവധി മൊഴിമുത്തുകളിൽ, അനവധി വചനാമൃതങ്ങളിൽ ലോകം കേട്ട ഏറ്റവും സമുന്നതമായ ഒരു വചനമാണ് അലാ ഫഇന്ന ഫിൽ ജസദി മുളഅ ഇദാ സ്വലഹതു സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദതു ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അറിയുക മനുഷ്യരെ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസക്കട്ടയുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസക്കട്ട, ഒരു മാംസപിണ്ഡം. ആ മാംസപിണ്ഡം നന്നായാൽ നിങ്ങളുടെ ശരീരം മുഴുവനും നന്നായി. നിങ്ങളുടെ ശരീരം മുഴുവനും നന്നായി. അത് കേടുവന്നാലോ, അത് കേടുവന്നിട്ട് നിങ്ങൾ കതിർ ധരിച്ചിട്ട് കാര്യമില്ല, വെള്ളക്കുപ്പായം ധരിച്ചിട്ട് കാര്യമില്ല, 1000ന്റെ ഒരുപാട് മുന്തിയ വിലയുടെ ഡ്രസ്സ് ധരിച്ചിട്ട് കാര്യമില്ല. അത് നിങ്ങളുടെ ഹൃദയമാണ്. അലാ വഹിയൽ ഖൽബ്, അലാ വഹിയൽ ഖൽബ്. അത് നിങ്ങളുടെ ഹൃദയമാണ്. ഈ ഹൃദയം എന്ന് പറയുന്നതിന് കേവലമായ ഒരു ബ്ലഡ് സർക്കുലേഷൻ, അത് മാത്രമല്ല മനുഷ്യന്റെ ചിന്തകളെ, മനുഷ്യന്റെ സംസ്കാരങ്ങളെ, മനുഷ്യന്റെ ലോകത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ധാർമ്മികതകളെ രൂപപ്പെടുത്തിയെടുക്കുന്നത് മനസ്സാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബൈഹാർട്ടാക്കിയോ, ബൈഹാർട്ടാക്കിയോ. നീ നിന്റെ ഹൃദയത്തിൽ വെച്ചോ, നീ നിന്റെ നെഞ്ചത്ത് തട്ടിപ്പറ, നീ നിന്റെ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞാനത് ചെയ്തിട്ടില്ല എന്ന് നെഞ്ചിന്റെ പ്രാധാന്യം ലോകത്തൊരാൾക്ക് നിഷേധിക്കാനാവില്ല. അതുകൊണ്ട് അലാ ഫഇന്ന ഫിൽ ജസദി മുളഅതൻ നിദാ സ്വലഹതു സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദതു ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അറിയുക മനുഷ്യരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, അറിയുക, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസക്കട്ടയുണ്ട്. അത് നന്നായാൽ നിങ്ങൾ മുഴുവനും നന്നായി, അത് കേടുവന്നാൽ നിങ്ങൾ മുഴുവനും കേടുവന്നു. അലാ വഹിയൽ ഖൽബ്. അത് നിങ്ങളുടെ ഹൃദയമാണ്. അല്ലെ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ ജിസാമിക്കും വലാ ഇലാ സുവരിക്കും വലാകി യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ആകാരഭംഗിയിലേക്കല്ല. നിങ്ങൾക്ക് എത്ര സൗന്ദര്യമുണ്ട്, നിങ്ങൾക്ക് എത്ര അവാർഡ് തരാം, നിങ്ങളുടെ ദൈവസന്നിധിയിൽ ലോകത്ത് സുന്ദരിപ്പട്ടമില്ല, ലോകത്ത് സുന്ദരിപ്പട്ടമില്ല. ഇബ്രാഹിം നബി സ്പർശിച്ച ശരീരമേതാ? ഹാജറ, ഹാഗാർ എന്ന് പറയുന്ന കറുത്ത വർഗക്കാരിയായ ഒരു പെണ്ണിനെ, കറുത്ത വർഗക്കാരി അടിമയെ, ആ അടിമയിലാണ് ഇസ്മായിൽ അലൈഹിസ്സലാം, ആ പരമ്പരയിലാണ് റസൂല്. നിങ്ങൾ ആലോചിക്കണം, ആ കറുത്ത പെണ്ണ്, ആ കറുത്ത സ്ത്രീ, ആ കറുത്ത ഹാജറ, അവര് സഫായിലും മർവായിലും ഓടിയതാണ്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. അല്ലാഹുവിന്റെ ശിയാറുകളിൽ സഫായും മർവായും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽ പ്രധാനമാണ്. അവിടെ ഓടൽ ആവശ്യമാണ്, 7 തവണ നടക്കൽ ആവശ്യമാണ്. ഞാൻ രാജാവാണ്, ഞാൻ കോടീശ്വരനാണ്, ഞാൻ വെളുത്തവനാണ്, ഞാൻ സവർണനാണ്. ഹാജറ കറുത്തവളാണ്, അവൾ അടിമയാണ്, അവൾ ഓടിയ പർവ്വതമാണിത്. ഞാൻ ഓടില്ലെന്നൊരു മുസ്ലിം പറഞ്ഞാൽ പിന്നെ അവന് ഹജ്ജില്ല, 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 അവൻ ഹാജിയാവില്ല, പിന്നെ അവന് ഉംറയില്ല, ഉംറ നിർവഹിക്കാനാവില്ല. അപ്പൊ ഇസ്ലാമിൽ വെളുത്ത തൊലി എന്നതില്ല, കറുത്ത തൊലി എന്നില്ല. പിന്നെ ഏതാണ്? പിന്നെ ഏതാണ്? അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും തഖ്വയുള്ളതാർക്കാ? ആർക്കാണ് തഖ്വ? തഖ്വ എന്ന് പറയുന്നത് എവിടെ? അത് ഇവിടെയാണ്. അത്തഖ്വാ ഹുനാ. തഖ്വ ഇവിടെയാണ്. അനാ അത്ഖാകും ബില്ലാഹ്. നിങ്ങളിൽ ഏറ്റവും വലിയ മുത്തഖി ഞാനാണ്, ഏറ്റവും വലിയ സൂക്ഷ്മതയുള്ള ആള് ഞാനാണ്, മനസ്സു വിശാലമായത്. അതാണ് റസൂലിന് അല്ലാഹു പറയുകയാണ്, അലം നശ്റഹ് ലക സദ്റക്. നബിയേ, താങ്കൾക്ക് ഹൃദയ വിശാലത നൽകിയില്ലയോ? മൂസാ നബി റബ്ബിനോട് ചോദിച്ചു വാങ്ങി, പടച്ചവനെ, കുൽ, നാഥനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ എന്റെ ഹൃദയം നീ വിശാലമാക്കണേ. റബ്ബിശ്റഹ് ലീ സദ്രി, എന്റെ ഹൃദയം വിശാലമാക്കണേ.
ഹൃദയം വളരെ പ്രധാനമാണ്. ആ ഹൃദയത്തെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. ഇവിടെ ഹൃദയം നന്നാവണം. ആ ഹൃദയം നന്നായാൽ ലോകം നന്നായി. ഹൃദയം നന്നായ ഒരു വ്യക്തി നന്നായാൽ അവന്റെ കുടുംബം നന്നായി. ആ വ്യക്തിയുടെ സംസ്കരണ പ്രക്രിയയിലൂടെ, ആ വ്യക്തി തിന്മ ഒഴിവാക്കുന്നതിലൂടെ, ആ വ്യക്തി നന്മയുടെ ആളായി തീരുന്നതിലൂടെ അയാളുടെ കൂടെ ജീവിക്കുന്നവരിലേക്ക് ആ നന്മ പകരുകയായി. അങ്ങനെ ഒരു കുടുംബം രൂപപ്പെടുകയായി. അങ്ങനെ അയൽപ്പക്കം രൂപപ്പെടുകയായി. ആ അയൽപ്പക്ക ബന്ധത്തിലൂടെ ഒരു പഞ്ചായത്ത് രൂപപ്പെടുകയായി. ഒരു പഞ്ചായത്ത് രൂപീകരണത്തിലൂടെ ഒരു ജില്ല രൂപപ്പെടുകയായി. ഒരു ജില്ലയിലൂടെ ഒരു സ്റ്റേറ്റ് രൂപപ്പെട്ടു. പിന്നെ ഒരു രാഷ്ട്രമായി. പിന്നൊരു അതിമനസായ ലോകം. ഇത് ഇസ്ലാമിന്റെ വിപ്ലവത്തിന്റെ ക്രമപ്രവൃത്തമായ പാതയാണ്. ഈ പാതയാണ് ലോകത്തോട് നമുക്ക് പറയാനുള്ളത്. വ്യക്തിയുടെ കൽബ് നന്നാകണോ? ആ കൽബ് സൃഷ്ടിച്ച നാഥനെ ആ കൽബിൽ പ്രതിഷ്ഠിക്കേണ്ടതുണ്ട്. എങ്കിലവൻ നന്നാവും. ആരാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ? ആ നാഥനെ കുറിച്ച് പഠിക്കാൻ, ആ നാഥനെ കുറിച്ച് വിവരമറിയിക്കാൻ, ഈ ലോകത്തിന്റെ തമ്പുരാനെ സപ്തസാഗരങ്ങളുടെ, സപ്താകാശങ്ങളുടെ, സപ്തഭൂമിയുടെ ഈ ലൈറ്റിന്റെ വട്ടത്ത് പാറി നടക്കുന്ന പിഞ്ചുപ്രാണികളെ പോലും പടച്ച, ആകാശത്തിന്റെ വിഹായത്തിൽ വട്ടമിട്ട് പറക്കുന്ന, ആഴിയുടെ അഗാധതലത്തിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളെ, ഈ ലോകത്ത് എന്തൊക്കെ സചേതനങ്ങളുണ്ടോ, എന്തൊക്കെ അചേതനങ്ങളുണ്ടോ, ഏത് കറുത്ത രാത്രിയിലും കരിമ്പാറക്കടിയിലൂടെ അരിച്ചു നീങ്ങുന്ന കറുത്ത ഉറുമ്പിന്റെ കറുത്ത കാലടിപ്പാടുകൾ പോലും വ്യക്തമായും സൂക്ഷ്മമായും അറിയുന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനുണ്ടല്ലോ. ആ നാഥനാണ് ലോകത്തെ മുഴുവനും സംവിധാനിച്ചത്. അവൻ സൂര്യനെ സംവിധാനിച്ചു, അധീനപ്പെടുത്തി തന്നു. ചന്ദ്രനെയും അധീനപ്പെടുത്തി തന്നു. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറും മിനൻ നാസ്. അല്ലാഹു പറയുകയാണ് വമിനൽ ലൈലി. നോക്കൂ, അല്ലാഹു പറയുകയാണ് രാവ് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. നഹാറും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. ശംസും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഖമറും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് മനുഷ്യരെ, ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ. നിങ്ങൾ സൂര്യന്റെ മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിക്കരുത്. ചന്ദ്രന്റെ മുമ്പിലും നിങ്ങൾ പ്രണാമം അർപ്പിക്കരുത്. നിങ്ങൾ പ്രണാമം അർപ്പിക്കേണ്ടത് ലോകൈകനാഥനായ ഹിന്ദുവിനെ, മുസ്ലിമിനെ, ക്രിസ്ത്യാനിയെ, ജൈനനെ, ബൗദ്ധനെ, മതമുള്ളവനെ, ഇല്ലാത്തവനെ, ലോകത്ത് ദൈവത്തെ നിഷേധിക്കുന്നവനെ, അവനെയൊക്കെ പടച്ച ലോകത്തിന്റെ തമ്പുരാൻ. ആ തമ്പുരാനെ പരിചയപ്പെടുത്തുകയാണ് സെലഫികൾ ലോകത്തൊന്നാമതായി ചെയ്യുന്നത്. ഞാൻ എന്തിന് മദ്യപിക്കാതിരിക്കണം? ഞാൻ എന്തിന് വ്യഭിചരിക്കാതിരിക്കണം? ഞാൻ എന്തിന് പലിശ വാങ്ങാതിരിക്കണം? ഞാൻ എന്തിന് മാറുമറക്കണം? ഞാൻ എന്തിന് സൗന്ദര്യം പ്രകടിപ്പിക്കാതിരിക്കണം? ഞാൻ എന്തിന് വ്യഭിചരിക്കാതിരിക്കണം? ഞാൻ എന്തിന് ഇതുപോലെയുള്ള ധാർമ്മികമായ മേഖലകളിലെ സൂക്ഷ്മത പുലർത്തണം? ഞാൻ എന്തിന് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാതിരിക്കണം? ഞാൻ എന്തിന് നന്നാവണം? ജന്തുക്കളിൽ നിന്ന് എന്റെ ജീവിതത്തിന്റെ വ്യത്യാസം എന്താ? മരിച്ചാൽ മണ്ണോട് മണ്ണ് ചേരുമെങ്കിൽ ഈ ജീവിതത്തിന്റെ അർത്ഥം എന്താ? എന്റെ ബാല്യത്തിന്റെ പ്രത്യേകത, എന്റെ യൗവനത്തിന്റെ പ്രത്യേകത, എന്റെ വാർദ്ധക്യത്തിന്റെ പ്രത്യേകത, എന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ പ്രത്യേകത, എന്റെ വൈയക്തിക ജീവിതത്തിന്റെ പ്രത്യേകത, എന്റെ കുടുംബരംഗത്തിന്റെ പ്രത്യേകത, ഈ പ്രത്യേകതകളൊക്കെ എന്തിനാ? ഞാൻ എന്തിന് നല്ലവനാകണം? ഞാൻ എന്തിന് നല്ലത് സംസാരിക്കണം? ഞാൻ എന്തിന് അനാശാസ്യ പ്രവണതകളിൽ നിന്ന് വിട്ടുനിൽക്കണം? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. മാധവ, നീ എന്തിന് കള്ളു കുടിക്കാതിരിക്കണം? ദേവദാസേ, നീ എന്തിന് പലിശ വാങ്ങാതിരിക്കണം? അതെന്തുകൊണ്ടാണ്? അത് ഇതാണ്. വത്തഖൂയൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. ഖുർആനിലെ അവസാനത്തെ വാചകം, അല്ലാഹ് അവസാനം ഇറക്കിയ വാചകം സൂറത്ത് ബഖറ 2-ാം അധ്യായം 281-ാമത്തെ വചനമാണ്. എന്തുകൊണ്ട് നിങ്ങൾ കള്ളു കുടിക്കരുത്? എന്തുകൊണ്ട് നിങ്ങൾ വ്യഭിചരിക്കരുത്? എന്തുകൊണ്ട് നിങ്ങൾ പലിശ വാങ്ങരുത്? എന്തുകൊണ്ട് നിങ്ങൾ സ്ത്രീധനം വാങ്ങരുത്? എന്തുകൊണ്ട് നിങ്ങൾ ഭ്രൂണഹത്യ ചെയ്യരുത്? എന്തുകൊണ്ട് നിങ്ങൾ പുകവലിക്കരുത്? എന്തുകൊണ്ട് നിങ്ങൾ മദ്യപിക്കരുത്? എന്തുകൊണ്ട് നിങ്ങൾ മഴക്കുമരുന്നിന് കൂടരുത്? എന്തുകൊണ്ട് നിങ്ങൾ സംഗീതം ആസ്വദിക്കരുത്? എന്തുകൊണ്ട് നിങ്ങൾ സാമ്പത്തിക രംഗത്ത്
കൃത്രിമം കാണിക്കരുത്. അത് ഇതാണ്, അതേതാണ്. ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. ആ ദിവസം ഏതാ? നിങ്ങളുടെ നാഥനിലേക്ക് മടങ്ങിപ്പോകുന്ന ദിവസം, നാഥനെ കണ്ടുമുട്ടുന്ന ദിവസം. അന്ന് നിങ്ങളുടെ അമലുകൾ തൂക്കിക്കണക്കാക്കും, തുലാസുകൾ കൊണ്ടുവരപ്പെടും. അവിടെ നന്മ തൂക്കിക്കണക്കാക്കും, അവിടെ തിന്മ തൂക്കിക്കണക്കാക്കും. ഒരു കിതാബ് പുറത്തു കൊണ്ടുവരും. എന്നിട്ട് കുനിയിൽ, അരീക്കോട്, വദായിൽ, മുക്കത്തി, ഇടവണ്ണയിൽ എവിടെയൊക്കെ ജീവിച്ച നമുക്ക് പരസ്പരം അറിയാവുന്ന ആരൊക്കെയുണ്ടോ, മനുഷ്യതലമുറയിൽ ആരൊക്കെയുണ്ടോ, അവരുടെ കൈകളിൽ ഒരു കിതാബ് കൊടുക്കും. എന്നിട്ട് ആ കിതാബ് കൊടുത്തിട്ട് അവരോട് പറയും, ഇഖ്റ കിതാബക, നിങ്ങളുടെ കിതാബ് നിങ്ങൾ വായിച്ചോ. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ, ഇന്ന് നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ മതി. നീ എന്തൊക്കെ ചെയ്തു പോയി, എന്തൊക്കെ തിന്മകളാ ചെയ്തത്, വൈയക്തികമായി, വൈദേശികമായി, രാഷ്ട്രീയമായി, രാഷ്ട്രാന്തരീയമായി, വിശ്വാസപരമായി, കൗടംബികമായി, എവിടെങ്ങളിലൊക്കെ എന്തൊക്കെ തിന്മ ചെയ്തു, അതെല്ലാം ഇവിടെ റെക്കോർഡാണ്, എല്ലാം ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ക്ലീനായ ഒരു റെക്കോർഡ്. ആ റെക്കോർഡിലൂടെ തെളിയിക്കപ്പെടും, അതൊരു സ്ക്രീനിൽ പ്രദർശിപ്പിക്കപ്പെടും, നിനക്ക് തന്നെ അത് ബോധ്യപ്പെടും. അന്ന് നിന്റെ കിതാബ് പരിശോധിക്കുമ്പോ നീ കൈകടിക്കേണ്ടി വരും. അങ്ങനെയുള്ളൊരു ദിവസമുണ്ട്. അതുകൊണ്ട് കള്ളു കുടിക്കല്ലേ, അതുകൊണ്ട് വ്യഭിചരിക്കല്ലേ, അതുകൊണ്ട് താന്തോന്നിത്വം ചെയ്യല്ലേ എന്ന് ഇസ്ലാം മനുഷ്യനോട് പറയുന്നു. കമ്മ്യൂണിസമോ മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല, ശുദ്ധമായ ശുദ്ധശൂന്യത. നന്മ ചെയ്തിട്ട് കാര്യമുണ്ടോ കമ്മ്യൂണിസ്റ്റുകാരാ? തിന്മ ചെയ്തിട്ട്, തിന്മ ചെയ്യുന്നവരുടെ സുഖലോലുവരാൻ. ബോംബെയിൽ കലാപമുണ്ടാക്കി, ബോംബെയുടെ താജ് ഹോട്ടൽ ആക്രമിക്കപ്പെട്ടു. ആരാണെന്ന് കൃത്യമല്ല, ഊഹങ്ങളാണ്, ഊഹങ്ങളാണ്. ഇന്ത്യയിൽ നടക്കുന്ന പല കലാപങ്ങളും ഊഹങ്ങളാണ്. ഇത് തെളിയിക്കപ്പെടേണ്ടതില്ലേ? ഇത് തെളിയിക്കണം. പാർലമെന്റിൽ നിങ്ങൾക്കറിയാലോ, ശവപ്പെട്ടി കുംഭകോണം നടന്ന് അത് പബ്ലിസിറ്റി വന്നപ്പോ, അത് ആളുകൾ അറിഞ്ഞപ്പോ അത് മൂടിവെക്കാൻ ഒരു പാർലമെന്റ് അക്രമം, ഒരു ഹൈദരാബാദ് അക്രമം, പാർലമെന്റിൽ കോയപ്പണ ഒഴുകിയപ്പോ ഒരു അക്രമം. അങ്ങനെ ഓരോന്ന് നടക്കുമ്പോഴും രാഷ്ട്രീയ മേലാളന്മാരുടെ മുഖം മൂടി പിച്ച് ചീന്തപ്പെടുമ്പോ, ആളുകൾക്കിടയിൽ അത് വിവരണമാകുമ്പോ, ആളുകൾക്കിടയിൽ അത് അനാവൃതമാകുമ്പോ, ഇതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തെറ്റണം. അതിനെന്താ പണി? അതിനൊരു ഭീകരവാദം, ഒരു ബോംബ് സ്ഫോടനം, തൊട്ടടുത്ത പാകിസ്ഥാൻ ഒരു അനുഗ്രഹവും ഇന്ത്യക്കൊരു അനുഗ്രഹം. പാകിസ്ഥാന്റെ പേര് പറഞ്ഞാ മതി, അൽ ഖായിദയുടെ പേര് പറഞ്ഞാ മതി, അല്ലെങ്കിൽ ഡക്ക മുജാഹിദ് എന്ന് പറഞ്ഞാ മതി. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ലോകത്ത് ഇതൊക്കെ തെളിയിക്കപ്പെട്ട് ഇത് ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് ഇന്നെന്ന ആളുകളാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ജനങ്ങൾക്ക് തൊണ്ടി സഹിതം പിടിക്കുന്ന ഒരു ലോകം ഇവിടെയുണ്ടോ? ഇല്ല എങ്കിൽ ആ ലോകം വേണ്ടതില്ലേ? ആ ലോകം ആവശ്യമല്ലേ? ആ ലോകം ആവശ്യമെങ്കിൽ ഖുർആനിലെ 2000 ചില്ലാനം വരുന്ന വചനങ്ങളിലൂടെ ആ ലോകമുണ്ട് എന്ന് ഖുർആൻ സ്ഥാപിക്കുകയാണ്. മനുഷ്യന്റെ മനസ്സ് ആഗ്രഹിക്കുന്നതാണ് അവന്റെ ജീവിതത്തിന്റെ ഒരു റിസൾട്ട് അല്ലേ? രാവും പകലും ഓടി നടന്ന് മക്കളെ പോറ്റുന്നതിനിടയിൽ സ്വന്തം മകൻ തന്നെ ആസൂത്രണം ചെയ്ത് വാപ്പാനെ കൊല്ലിച്ചു അല്ലേ? തെളിയിക്കണ്ടേ? തെളിയിക്കണം. ശിക്ഷ വേണ്ടേ? വേണം. സ്വന്തം മകളുടെ കല്യാണത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന 50,000 മോഷ്ടിച്ചു പോയ പിതാവിന്റെ കരച്ചിൽ തൃശൂർ KSRTC സ്റ്റാൻഡിൽ വെച്ച് മകളുടെ കല്യാണത്തിന് കൊണ്ടുപോയ 50,000 രൂപ പോക്കറ്റടിച്ചു. ഇന്ന് വരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഈ രണ്ടു കൂട്ടരും മരണത്തോടു കൂടി തുല്യമായാൽ പിന്നെ എന്താ ഇതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? ചാരുകസേലയിൽ നിന്ന് തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് മരിച്ച കാറൽ മാക്സും 50 ലക്ഷത്തിന്റെ വീട്ടിലും മകനെ ലണ്ടനിലും പഠിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും തുല്യാകാൻ പാടുണ്ടോ? പാടില്ല അല്ലേ? അങ്ങനെയുണ്ട് അല്ലേ? ചെറ്റക്കുടിലിൽ താമസിച്ച് ദാ എന്റെ കൊട്ടാരം എന്ന് ചൂണ്ടിക്കാണിച്ച ഉമറും അതേ ദീനിന്റെ പേര് പറഞ്ഞ് ഇസ്ലാമിന്റെ ഭരണം നടത്തി കോടികൾ സമ്പാദിച്ചവരും അങ്ങ് തുല്യമായാൽ പിന്നെ ഈ ജീവിതത്തിന് എന്താ അർത്ഥം? ആ ജീവിതത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ജീവിതം അർത്ഥപൂർണമാകുന്നത് ധാർമ്മികത അനുസരിച്ച് മനുഷ്യർ ജീവിച്ച് മരണത്തിന് ശേഷം ഒരു ലോകത്തെ അംഗീകരിക്കുമ്പോഴാണ്. അതില്ലെങ്കിൽ ധാർമ്മികതയെ കുറിച്ചൊന്നും പറയുന്നതിൽ ഒരർത്ഥമില്ല, ധാർമ്മികമായി ജീവിക്കുന്നതിലും ഒരർത്ഥമില്ല. അതുകൊണ്ട് ഇസ്ലാം മനുഷ്യന്റെ മനസ്സിനെ, മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും സുപ്രധാനമായ അവയവങ്ങളിൽ ഒന്നായി മനുഷ്യന്റെ ഹൃദയത്തെ വളരെ വളരെ പ്രത്യേകമായി കണ്ടിരിക്കുന്നു മനസ്സിനെ ഇസ്ലാം.
ഞാൻ ആ ഭാഗം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ അഹമ്മദ് കുട്ടി മദനിയുടെ സൂറത്ത് ബഖറ 2-ാം അധ്യായം 38-ാമത്തെ വചനം ഓതിക്കൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ഉദ്ഘാടനം ചെയ്യുന്നത്. فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടും. ഭൂമി ലോകത്തേക്ക് നിങ്ങൾ പോയിക്കോളൂ, ഭൂമിയിലേക്ക് നിങ്ങൾ പോയിക്കോളൂ. അവിടെ നിങ്ങൾ വരുമ്പോ എന്റെ മാർഗദർശനം നിങ്ങൾക്ക് കൃത്യമായി വന്നു കിട്ടും. ആ മാർഗദർശനം അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല, ഭയപ്പെടേണ്ടി വരില്ല. സത്യം അതാ അല്ലേ? ഇപ്പൊ ഞാനൊരു ലളിതമായ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മള് വലിയൊരു താടിയൊക്കെ, ഉദാഹരണം ഞാനാണ് നോക്കിക്കോളൂ, ഒരു സൂൾ കേസ് ഒക്കെ ആയിട്ട്, ഇപ്പൊ എന്റെ കയ്യിലുള്ള ഒരു സൂൾ കേസ് ഒക്കെ ആയിട്ട് ട്രെയിനിലേക്കൊക്കെ കയറുമ്പോ പോലീസുകാർ എന്നെ പ്രത്യേകം നോക്കും. ഇപ്പോഴത്തെ കാലത്ത് പലതവണ പോലീസുകാർ പറയും പെട്ടി തുറക്കാൻ, പലതവണ പറയും. ഞാൻ മദ്രാസ് പോയി, മദ്രാസിൽ ചെന്നപ്പോ സുഹൈർ മൗലവി ഉണ്ട് എന്റെ കൂടെ, ചുങ്കത്തറ. ഞാൻ രണ്ടുപേരുടെ, മൗലവിക്കുണ്ട് നല്ല നീണ്ട താടി, എനിക്കുണ്ട്. പക്ഷെ മൗലവിന്റെ കയ്യിലില്ലാത്ത ഒരു പ്രത്യേക പെട്ടി ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ, ഇപ്പൊ എന്റെ കയ്യിലുള്ള. അപ്പോ അതായിട്ട് ഇങ്ങനെ മെറ്റൽ ഡിറ്റക്ടറും ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ, ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം. അപ്പൊ അതിങ്ങനെ അങ്ങോട്ട് കടന്നു പോയപ്പോ പോലീസുകാരൻ പറഞ്ഞു, സാർ വാങ്ങോ ഇങ്ങ് വാങ്ങ സാർ. അപ്പൊ ചോദിച്ചു, എന്തിനാ? இந்த പെട്ടി ഓപ്പൺ പണ്ടുമ്പോ இந்த പെട്ടി തുറക്കാൻ, ഈ പെട്ടി തുറക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാ സാർ? இந்த പെട്ടിക്കുള്ളിൽ ഏതാവതോ ഇരിക്കുക, അവളവോതാ ഇൻഫർമേഷൻ വന്നിരിക്കുക, ഓപ്പൺ പണ്ടുങ്ക സാർ. അത് തുറക്കാനേ പെട്ടി തുറന്നു കൊടുത്തപ്പോ അതിലെന്താ? എന്റെ 3 അടിവസ്ത്രം, വെള്ളക്കുപ്പായം, തുണി, ഇതൊക്കെ. പിന്നെ ഉടനെ പോലീസുകാരൻ പറഞ്ഞു, സീക്രം ക്ലോസ് പണ്ടുങ്ക സാർ, പോങ്ക സാർ, മന്നിച്ചിടുങ്ക സാർ. എന്താ പ്രശ്നം? അതൊക്കെ നമ്മളെ കൊണ്ട് പെട്ടി കൊണ്ടിരിക്കുമ്പോ തുറക്കുമ്പോ എനിക്ക് എന്തെങ്കിലും ഭാവമാറ്റം ഉണ്ടാവോ? ഇല്ല. എന്തേ ഇല്ലാത്തത്? എന്റെ പെട്ടിയിൽ ഒരു കുഞ്ഞും കിട്ടാനില്ല. ഒരു നേരെ മറിച്ച് ഞാൻ ഒരു AK-47 ഒളിപ്പിച്ച് വെച്ചിട്ട് ആ പെട്ടിയായിട്ട് പോന്നെങ്കിലോ തുറക്കാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും, തുറന്നാൽ തന്നെ പ്രയാസം ഉണ്ടാവും. നേരെ മറിച്ച് നമ്മൾ സുതാര്യമാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമുക്ക് ആരെ പേടിക്കാനാ? ഈ ലോകത്തെ ഏറ്റവും നിർഭയത്വത്തോടുകൂടി. കാരണം മുഅ്മിൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താ അറിയോ? ഭയമില്ലാത്തവെന്ന. അംനി എന്ന പദത്തിൽ നിന്ന് ആ മുഅ്മിൻ എന്ന പദം ഉണ്ടായി. فَلْيَعْبُدُوا رَبَّ هَذَا الْبَيْتِ الَّذِي يَطْعَمُهُم مِّن جُوعٍ وَآمَنَهُم مِّن خَوْفٍ. ഉണ്ടോ? ഭയത്തിന് ശേഷം നിങ്ങൾക്ക് നിർഭയത്വം നൽകി എന്ന് അല്ലാഹു പറയുന്നുണ്ട്. അപ്പൊ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭയമില്ലാത്തവൻ. ഇന്നത്തെ മുസ്ലിമോ അവന് പേടി മാത്രമാണ് അവന്റെ കൈമുതൽ. എന്തേ കാരണം? അവന്റെ കയ്യിലിരിപ്പയിട്ടാലാണ്, അവന്റെ കയ്യിലിരിപ്പ് ആജാതിയാണ്, അതുകൊണ്ട് അവന് പേടിയാണ്. നേരെ മറിച്ച് ഞാനിതാ നിങ്ങളോട് പറയും, ലോകത്തെവിടെ ആരെന്തൊക്കെ കുതുകുലം പറഞ്ഞോട്ടെ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമായ ഒരു മുസ്ലിം ജീവിക്കുന്നുണ്ടോ അവൻ ഒരാളെയും പേടിക്കണ്ട, അവൻ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പ്രകാശപൂരിതമായ ഒരു പാതയിൽ നിങ്ങൾ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നത്. എങ്ങനെ? പ്രകാശപൂരിതമായ ഒരു പാത, അതിന്റെ രാത്രി പകലിനെ പോലെ പ്രശോഭിതമാണ്. പകല് സൂചി നിലത്തിട്ട് അങ്ങക്ക് കാണാം, അതുപോലെ ഇസ്ലാമിന്റെ രാത്രിയും പകലും തുല്യ. അപ്പൊ ഈ ഇരുട്ടത്തെ പണി ഇസ്ലാമിൽ ഇല്ല എന്നർത്ഥം. എങ്ങനെ? രാത്രി 12 മണിക്കുണ്ടല്ലോ ഒരു കുശു ബദർ, ഉഹദ്, ഖന്ദഖ്, ഹുനൈൻ, ഖൈബർ, മുഅ്ത, ഖാദിസിയ, അവിടെ പൊട്ടി ഇവിടെ പൊട്ടി, അവിടെ ചവിട്ടി ഇവിടെ ചവിട്ടി, അവിടെ കുത്തി ഇവിടെ കുത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സംഗതി ഉണ്ടല്ലോ. അതിനൊക്കെ സ്വകാര്യ യോഗം ഇങ്ങനെ കൂടിയിട്ട് അങ്ങനെ സ്വകാര്യ മീറ്റിംഗ് തന്നെ ഇസ്ലാം നിരോധിച്ചു. അറിയാലോ, ലാ ഖൈറ ഫീ കസീറിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. 4-ാം അധ്യായം സൂറത്ത് നിസാ 114-ാമത്തെ വചനമാണ്. എന്താ ഇതിന്റെ അർത്ഥം? ലാ ഖൈറ ഫീ കസീറിൻ മിൻ നജ്വാഹും, മിക്ക സ്വകാര്യ യോഗങ്ങളിലും യാതൊരു ഖൈറും ഇല്ല. എങ്ങനെ? അല്ലാഹു പറയാ അല്ലാഹുവിന്റെ കലാമിലെ മിക്ക സ്വകാര്യ യോഗങ്ങളിലും യാതൊരു ഖൈറും ഇല്ല. എന്നിട്ട് അല്ലാഹു പറയും, ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. ഈ 3 കാര്യങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ മീറ്റിംഗ് ആയിക്കോളെ, കുഴപ്പമില്ല. എന്താ 3 കാര്യം? ഒന്ന്, സദഖ ചെയ്യാൻ കൽപ്പിക്കുക. അതായത് 10-20 ചെറുപ്പക്കാർ ഒരു മീറ്റിംഗ് കൂടി രാത്രി 10 മണിക്ക് ഇന്ന് കൂട്ടിക്കോളൂ. എന്നിട്ട് അവർ പറയാ, ബഷീറെ, മുഹമ്മദേ, ഇന്ന് ഈ മീറ്റിംഗിന് ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട എന്ന് ചോദിച്ചാൽ, നമ്മുടെ കോളനിയിൽ ഒരു 50 പേര് പട്ടിണി കിടക്കുന്നു എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. അവർ കരി എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സദഖ ചെയ്യണം. അങ്ങനെ ഒരു മീറ്റിംഗ് ആണ് അല്ലാഹു പറയാണ് അനുവദിച്ചിരിക്കുന്നു. ഔ മഅറൂഫിൻ, അല്ലെങ്കിലോ ഒരു പഞ്ചായത്ത് മതപണ്ഡിതന്മാരെയും രാഷ്ട്രീയ നായകന്മാരെയും ഒക്കെ ഒരു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിളിച്ചിരുത്തുക. എന്നിട്ട് പറയാം, നമ്മുടെ നാട്ടിലൊക്കെ തിന്മ വ്യാപിച്ചിരിക്കുന്നു,
ആ തിന്മക്കെതിരെ നമുക്കൊരു ഉപദേശം വേണം. അള്ളാഹ് പറയണം അത് അനുവദിച്ച യോഗമാണ്. ആ മീറ്റിംഗ് കൊണ്ട് കുഴപ്പമില്ല. അപ്പൊ മീറ്റിംഗിന്റെ അജണ്ട എന്തായിരിക്കണോ? രണ്ടാമത്തേതായിരിക്കണോ? എല്ലാരും ചിന്തിക്കണം. എല്ലാരും രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും ഒക്കെ മറ്റോനെ എങ്ങനെ തല്ലി തകർക്കാം അതിനുള്ള മീറ്റിംഗ് കൂടാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. മൂന്നാമത്തെ കാര്യം അതിനേക്കാൾ ഗൗരവം, ഔ ഇസ്ലാഹിം ബൈനന്നാസ്, മനുഷ്യർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാനാണെങ്കിൽ പറ്റും. ഉദാഹരണം, മാറാട് കലാപം നടന്നു. അപ്പൊ മുസ്ലിങ്ങൾ മീറ്റിംഗ് കൂടേണ്ട എങ്ങനെ? എടാ അടുത്ത എത്രണത്തിന് തട്ടണം, എവിടെയൊക്കെ കത്തി കൊണ്ടക്കണം, ഏതൊക്കെ പള്ളിമൂലയെ കൊണ്ടക്കണം. അതിനല്ല. ഔ ഇസ്ലാഹിം ബൈനന്നാസ്, നാളെ ഈ 5 പേരിന്ന് കൊല്ലപ്പെട്ട ഏതായാലും ഇനി അങ്ങോട്ട് കലാപം പടരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? അതിന് നിങ്ങൾക്ക് മീറ്റിംഗ് കൂടാ. അല്ലെങ്കിലോ ഇന്നമൻ നജ്വാ മിനശ് ശൈത്വാൻ, സ്വകാര്യ യോഗങ്ങൾ പൈശാചികതയിൽപ്പെട്ടതാണ്. അത് ജൂത പാരമ്പര്യത്തിൽപ്പെട്ടതാണ്. നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ, ഫിത്നയുണ്ടാക്കാൻ, കലാപമുണ്ടാക്കാൻ, തമ്മ് തല്ലിക്കാൻ, മറ്റൊരുത്തന്റെ പോസ്റ്റർ കീറാൻ, മറ്റൊരുത്തന്റെ ബാനർ കീറാൻ, അതിനൊക്കെ മീറ്റിംഗ് കൂടിയാൽ ഇന്നമൻ നജ്വാ മിനശ് ശൈത്വാൻ. സൂറത്ത് മുജാദല 58-ാം അധ്യായം 9, 8, 9, 10, 11 വചനങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, സമൂഹത്തിൽ ഫിത്ന ശരിയല്ല, കുഴപ്പമുണ്ടാക്കൽ ശരിയല്ല. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് സ്വർഗ്ഗം ആർക്കുള്ളതാ? ആർക്കുള്ളതാണ് സ്വർഗ്ഗം? അല്ലാഹു പറയുകയാണ്, തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ, ആർക്കുള്ളതാ സ്വർഗ്ഗം? എല്ലാരും ചിന്തിക്കണം. സ്വർഗ്ഗം ആർക്കുള്ള? സ്വർഗ്ഗം ആഗ്രഹിക്കാത്ത ആരാ മുസ്ലിങ്ങൾക്കിടയിലുള്ള? എന്തോ ആയിക്കോട്ടെ, നിസ്കരിക്കാത്ത ബഷീറിനെയും പൂതി എന്താ? സ്വർഗ്ഗത്ത് പോകണോന്ന്. പലിശ വാങ്ങി പലിശയിൽ മുങ്ങി കുളിച്ച ആചാര്യയും മോഹം എന്താ? സ്വർഗ്ഗത്ത് പോകണം തന്നെ അല്ലേ? കള്ളു കുടിച്ച് റോട്ടിൽ മറിഞ്ഞു വേണ്ടി എന്ന് ചോദിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഓനെ ആഗ്രഹം എന്താ? സ്വർഗ്ഗത്ത് പോകണം. ഓന് ആഗ്രഹം സ്വർഗ്ഗത്ത് പോകണമെന്നാ. മുസ്ലിമായി പറഞ്ഞവന്റെ ഒക്കെ ആഗ്രഹം. എത്രത്തോളം അർജുനനോട് ശ്രീകൃഷ്ണൻ പറയാ, അർജുന, ഈ യുദ്ധത്തിൽ നീ കൊല്ലപ്പെട്ട സ്വർഗം കിട്ടും. ഹദോവ പ്രാപ്സസി സ്വർഗം ജിദോവാ ബോച്ചസേ മഹീം തസ്മാ ദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിക്ഷയ. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകമാണ്. ഹദോവ പ്രാപ്സസി സ്വർഗം ജിദോവാ ബോച്ചസേ മഹീം തസ്മാ ദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിക്ഷയ. അർജുന, നീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ സ്വർഗത്ത് പോകാം അല്ലേ? അപ്പൊ സ്വർഗമാണ് എല്ലാവരുടെയും. സ്വർഗത്ത് പോകണം പൂതി എല്ലാവരുടെയും. അങ്ങനെ സ്വർഗമാണ് എല്ലാവരുടെയും ലക്ഷ്യം അല്ലേ? ആ സ്വർഗം ലഭിക്കണമെങ്കിൽ ഈ ഭൂമുഖത്ത് മനുഷ്യർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആർക്കുള്ളതാ സ്വർഗം? തിൽക്കദ്ദാറുൽ ആഖിറതു, ആർക്കുള്ള ആഖിറോ? ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. ആർക്കുള്ളതാ? ലാ യുരീദൂന, അവരുദ്ദേശിക്കുന്നില്ല. ആര്? സ്വർഗം ആവശ്യപ്പെടുന്ന ആ പറ്റം ആളുകൾ അവരുദ്ദേശിക്കുന്നില്ല. ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. അഹങ്കാരം അവരുദ്ദേശിക്കുന്നില്ല. ഞങ്ങളാണ് ഇവിടെ നിലനിൽക്കേണ്ടത്, നിങ്ങളൊന്നും ഇവിടെ നിലനിൽക്കേണ്ടവരല്ല എന്ന താൻപോരിമ അവർക്കില്ല. പിന്നെയോ ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. ഭൂമിയിൽ അവർ ഫസാദ് ഉണ്ടാക്കുന്നില്ല. ശാന്തരായിട്ടാണ് അവരിവിടെ ജീവിക്കുന്നത്. സ്വന്തം കുടുംബത്തിന് അവരെതിരല്ല. ബാപ്പാന്റെ ശാപം ആ മകനില്ല, ഉമ്മാന്റെ ശാപം ആ മകനില്ല, അയൽവാസികളുടെ ശാപം ആ മകനില്ല, ഭാര്യ അവരെ ശപിക്കുന്നില്ല, മക്കളും ശപിക്കുന്നില്ല. ഇങ്ങനെയാണ് ജീവിതത്തിന്റെ ഏതേത് മണ്ഡലങ്ങളിലും ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയവർക്ക് വിജയമില്ല. ഭൂമിയിൽ ശാന്തമായി ജീവിച്ചോ എങ്കിൽ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, സുഖമായ പര്യവസാനം
അവസാനം വിജയിക്കുക ശാന്തമായി ജീവിച്ച ആളുകളാണ്. സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കിയവർക്ക് വിജയമില്ല, സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കിയവർക്കും വിജയമില്ല. അല്ലാഹു പറയുകയാണ്, വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഭൂമിയിൽ ഇസ്ലാഹ് നടന്നതിന് ശേഷം നിങ്ങൾ അവിടെ കുഴപ്പമുണ്ടാക്കരുത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യ സമാധാന ചിത്തമായ ഒരു നാട്, ശാന്തമായ ഒരു നാട്, ആ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക, ആ നാട്ടിന്റെ സ്വസ്ഥത നശിപ്പിക്കുക. അല്ലാഹു പറയാണ് ഖുർആനിൽ, എന്ത്? വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഭൂമിയിൽ ഇസ്ലാഹ് നടന്നതിനു ശേഷം നിങ്ങൾ അവിടെ കുഴപ്പമുണ്ടാക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞ ആയത്ത് കാറൂനുമായി ബന്ധപ്പെട്ട് പറയുന്ന ഭാഗമാണ്. കാറൂന് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയപ്പോ അല്ലാഹു പറഞ്ഞ, നിങ്ങൾക്കൊന്നും സ്വർഗ്ഗല്ലടോ, ദുഷ്ടന്മാരായി ജീവിച്ച് സമൂഹത്തിൽ തിന്മയുണ്ടാക്കി മനുഷ്യരെ കൊന്നൊടുക്കി ഇങ്ങനെ നടന്നാലേ നിങ്ങൾക്കൊന്നും സ്വർഗ്ഗമില്ല. അല്ലാഹു പറയും ഖുർആനിലെ 28-ാം അധ്യായം സൂറത്ത് ഖസസ് 83-ാമത്തെ വചനമാണ് ഞാൻ ആദ്യം ഉദ്ധരിച്ചത്. രണ്ടാമത്തെ വചനം ഞാൻ ഉദ്ധരിച്ചത് 7-ാം അധ്യായം, 7-ാമത്തെ അധ്യായം സൂറത്ത് ആറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നിങ്ങൾ ആലോചിക്കുന്ന രണ്ട് കാര്യങ്ങൾ. അതിൽ 57-ാമത്തെ വചനം, 57-ാമത്തെ വചനം. അപ്പോ ഭൂമിയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഫസാദ് ഉണ്ടാക്കരുത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 8-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, എല്ലാവർക്കും അറിയാം, 25-ാമത്തെ വചനം. അവിടെ അല്ലാഹു പറയുന്നത്, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസാ വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. നോക്കൂ, വത്തഖൂ ഫിത്ന, സമൂഹത്തിൽ കുഴപ്പമുണ്ടാകണത്, എല്ലാ തിന്മകളും വ്യാപിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ആ തിന്മ ഇങ്ങനെ വന്നാൽ അത് തിന്മ ചെയ്യാത്തവരെയും കൂടെ പിടിപെടും. തിന്മ ചെയ്യാത്തവരെയും അത് പിടികൂടും. അപ്പൊ നിങ്ങൾക്ക് എന്തൊരു ഡ്യൂട്ടി ഉണ്ട്? തിന്മ ചെയ്യുന്നവരെ തടുക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി നിങ്ങൾക്ക് ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാരെയും കൊണ്ടുപോകും, എല്ലാരെയും അത് പിടിക്കുക. ഇല്ലല്ലദീന ളലമൂ മിൻകും ഖാസാ, നിങ്ങളിലെ കൂട്ടത്തിലെ ആക്രമികളെ മാത്രമല്ല എല്ലാവരെയും അത് പിടികൂടുക തന്നെ ചെയ്യും. വഅലമൂ, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹ് കഠിനമായി ശിക്ഷിക്കുന്നവനാണ്, ശദീദുൽ അദാബ്. ഇങ്ങനെയൊക്കെ ഖുർആനിൽ കാണാം. അല്ലാഹു കഠിനമായി ശിക്ഷികളയും, സുനാമിയിലൂടെ അല്ലേ, പിന്നെ പർവ്വത സ്ഫോടനങ്ങളിലൂടെ, അനവധി രോഗങ്ങളിലൂടെ, അതുപോലെ തന്നെ കലാപങ്ങളിലൂടെ എല്ലാം അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? ഫിത്നയെ സൂക്ഷിക്കണം, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു ഉദാഹരണം കേട്ടോളൂ. നബിയുടെ തന്നെ ഉദാഹരണം എന്താ അറിയോ? റസൂലുള്ളാഹി പറയുകയാണ്, മസലീ വ മസലുക്കും കമസലി റജുലിൻ ഔഖദ നാറാ. എന്റെ ഉദാഹരണം ഒരു മനുഷ്യന്റെ ഉദാഹരണം പോലെയാണ്. അയാൾ ഒരു തീ കത്തിച്ചു വെച്ചിട്ടുണ്ട്, അതിന്റെ ചുറ്റിലേക്ക് പ്രാണികളും വണ്ടുകളും ഇതുപോലെ പാറി വരുന്നുണ്ട്. അയാൾ ആ പ്രാണിയെ ആ തീജ്വാലയിൽ നിന്ന് തടുക്കുകയാണ്. അതുപോലെയാണ് ജനങ്ങളെ, നിങ്ങൾ നരകത്തിലേക്ക് നടന്നു നീങ്ങുമ്പോ ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിക്കുകയാണ്. അരുത് ബഷീറേ, അരുത് മുഹമ്മദേ, അരുത് ജോർജേ, നരകത്തിലേക്ക് പോകരുത്. വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ. നടക്കൂ, സംഘങ്ങളായി നരകത്തിലേക്ക് നടക്കൂ എന്ന് പറഞ്ഞ് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ആളുകളിൽ നിങ്ങൾ പെട്ടുപോകരുത്. വയാ ഖൗമി മാലി അദൂകും ഇലൻ നജാത്ത് വതദഊനനി ഇലൻ നാർ. വയാ ഖൗമി മാലി അദൂകും ഇലൻ നജാത്ത്. എന്റെ ജനങ്ങളെ, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നജാത്തിലേക്കാണ്, മോക്ഷത്തിലേക്കാണ്. അർളുഹാ കഅർളിസ് സമാ, ആകാശഭൂമികളുടെ വിശാലതയില്ല സ്വർഗലോകത്തിലേക്കാണ്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു കൽബും വിഭാവനം ചെയ്തിട്ടില്ലാത്തതുമായ സ്വർഗം, ആ സ്വർഗത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. വയാ ഖൗമി മാലി അദൂകും ഇലൻ നജാത്ത്.
ജനങ്ങളെ ഞാൻ നിങ്ങളെ നജാത്തിലേക്കാണ് നയിക്കുന്നത്. പക്ഷേ നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ്. രണ്ട് വിധമുള്ള ക്ഷണമേ ഈ ലോകത്തുള്ളൂ. ഒന്ന് നരകത്തിലേക്ക്, രണ്ട് സ്വർഗത്തിലേക്ക്. 40-ാം അധ്യായം സൂറത്ത് ഗാഫിർ 41-ാമത്തെ വചനമാണ്. ഓർക്കണം, 40-ാം അധ്യായം സൂറത്ത് ഗാഫിർ 41-ാമത്തെ വചനമാണ്. അപ്പൊ നമ്മുടെ ദൗത്യം എന്താ? ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നഗരങ്ങളിലും ലോകത്തെവിടെയൊക്കെ മനുഷ്യവാസമുണ്ടോ അവിടങ്ങളിലൊക്കെ ചെന്നിട്ട് വയാ ഖൗമി മാലി അദൂകും മിനൻ നജാത്ത്, മനുഷ്യരെ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് നജാത്തിലേക്കാണ്.